യൂത്ത് ഫെസ്റ്റിവലില് 26 വർഷങ്ങൾക്ക് ശേഷം സ്വർണ്ണ കപ്പുമായിട്ട് മടങ്ങി വന്ന കൂട്ടത്തില് 4 മിടുക്കിമാരുണ്ട് നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിൽ. ഇന്ന് നമുക്ക് അവരെ പരിചയപ്പെടാം, അവരുടെ വിശേഷങ്ങൾ, കലോത്സവ അനുഭവങ്ങളൊക്കെ ചോദിച്ചറിയാം. ഹോളി ഫാമിലി സ്കൂളിൽ നിന്ന് ഇപ്രാവശ്യം സ്റ്റേറ്റ് ലെവലിലേക്ക് കഥകളി ഗ്രൂപ്പ് മത്സരത്തിൽ പങ്കെടുത്ത എ ഗ്രേഡുമായിട്ട് വന്നിട്ടുള്ള പാർവതി, അദ്രിജ രണ്ടുപേരാണ്. രണ്ടുപേരും 8ാം ക്ലാസ്സിലാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കഥകളി പഠിക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ വർഷം ഇവർ മത്സരത്തിനായിട്ട് മത്സരിച്ചു കപ്പുമായിട്ട് തിരിച്ചു വന്നു. മാത്രമല്ല ഇനി വേണം ഇവർക്ക് കഥകളി മെയിനായിട്ട് പഠിക്കാമെന്നാണ് പറയണത്. എന്തായാലും നമുക്ക് ചോദിക്കാം, നിങ്ങളുടെ കഥകളിയിൽ അധ്യാപകൻ ആരാ? ഹരിനാരായണൻ മാഷാണ് കഥകളി പഠിപ്പിച്ചത്. ഈ ഒരു കുറച്ച് സമയം കൊണ്ട് പഠിച്ചതായിരിക്കും അല്ലേ? കാരണം ഈ 8ാം ക്ലാസ്സിൽ കലോത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടി പഠിച്ചതാ അല്ലേ? അങ്ങനെയുണ്ട് കഥകളി പഠിക്കുമ്പോൾ നമ്മൾ കഥകളിയിൽ താളം, പിന്നെ പാട്ട് ശ്രദ്ധിക്കരുത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് കഥകളി ശരിക്കും പഠിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ കഥകളി ഭരതനാട്യത്തിനൊക്കെ കുറേ അത്യാവശ്യം ഡിഫറൻസ് ഒക്കെ എനിക്ക് തോന്നി. ഭരതനാട്യം ഓൾറെഡി മോള് പഠിച്ചിട്ടുണ്ട് അല്ലേ? കഥകളി ഇപ്പോൾ പഠിക്കാമെന്ന് തോന്നാനുള്ളൊരു കാരണം എന്താ? കാരണം എനിക്ക് വീഡിയോസിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അങ്ങനെ കഥകളിയോട് കണ്ടിട്ടൊരു ഇഷ്ടം തോന്നിയത് കൊണ്ട് നമ്മൾ പഠിക്കാമെന്ന് വിചാരിച്ചതാണ് അല്ലേ? ഇനി പാർവതിയുടെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട് കഥകളി? അടിപൊളിയാണ്. മറ്റ് ഡാൻസ് ഐറ്റംസ് ക്ലാസിക്കൽ ഡിഫറൻസ് ഉണ്ട്. ഞാൻ ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ഈ കഥകളിക്ക് വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ക്ലാസിക്കൽ പഠിച്ചത് കൊണ്ട്. അതിന്റെ താളം ഒക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ പിന്നെ പിന്നെ എനിക്ക് ഇഷ്ടമായി തുടങ്ങി. നല്ല രസമാണ്. എനിക്ക് ആ വേഷമൊക്കെ കെട്ടലാണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയി തോന്നുന്നത്. ഒരുപാട് സമയം എടുത്തിട്ടല്ലേ അതിന്റെ ഒരു പ്രോസസ്? മണിക്കൂറെടുക്കും അത് കെട്ടാൻ. അപ്പം ബോറടിക്കൊന്നുമില്ല? ബോറടിക്കില്ല, പക്ഷെ നല്ല രസമാണ് നോക്കിയിരുന്ന് ചെയ്യാനൊക്കെ. അതുപോലെ ഈ കഥകളിക്ക് ഇങ്ങനെ കഥകളിയോടുള്ള ഇഷ്ടം തോന്നാനുള്ള കാരണം അതെന്താ? അത് ഞാൻ മുമ്പ് വേറെ സ്കൂളിലായിരുന്നു. 8ലാണ് ഹോളി ഫാമിലിക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഥകളിക്ക് ഉണ്ട്, അപ്പോൾ വരാൻ താല്പര്യം ഉണ്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഭയങ്കര നല്ല മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ എനിക്ക് ഇഷ്ടമായി തുടങ്ങി. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ഗ്രൂപ്പിൽ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയായിരുന്നോ? അതെ, ഞങ്ങൾ ഒരുമിച്ചാണ് വിളിച്ചത്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഒരുമിച്ചാണ്. ഞങ്ങൾ രണ്ടുപേരും ന്യൂ അഡ്മിഷനാണ് വിളിച്ചത്. അതുകൊണ്ടാണ് അധികം പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷെ കഥകളി ഇപ്പോൾ അടിപൊളിയാണ്. കലോത്സവത്തിന് പങ്കെടുത്തിട്ടുണ്ടോ മുൻപൊക്കെ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഫോക്ക് ഡാൻസ്, മോഹിനിയാട്ടം, അതിനൊക്കെ പോകാറുള്ളതാണ്. പക്ഷെ അത് UP വരെ ആവുമ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് വരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 8ാം ക്ലാസ്സിൽ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള അവസരം കിട്ടിയത് നമ്മൾ സ്റ്റേറ്റിലേക്ക് വിട്ടു. പിന്നെ അത് മാത്രമല്ല വേറൊരു അവസരം കൂടെ കിട്ടിയിട്ടുണ്ട് പാർവതിക്ക് ഇപ്രാവശ്യം. എന്താ അത്? എനിക്ക് സ്വർണ്ണക്കപ്പ് പിടിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അതാണ് സ്വർണ്ണക്കപ്പ് നമ്മുടെ തൃശ്ശൂരിലേക്ക് വരുന്നത്. നമുക്കറിയാം 26 വർഷത്തെ ആ ഒരു ഗ്യാപ്പിന് ശേഷമാണ് തൃശ്ശൂരിലേക്ക് വന്നിട്ടുള്ളത്. ആ വന്ന വർഷം തന്നെ അത് പിടിക്കാനുള്ള ഭാഗ്യം വളരെ കുറച്ച് കുട്ടികൾക്ക് അത് കിട്ടിയിട്ടുള്ളൂ. 8 പേർക്ക് അല്ലേ? ആ 8 പേരിൽ ഒരാളാണ് ഈ നിൽക്കുന്ന പാർവതി. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഈ സ്റ്റേജിലേക്ക് തന്നെ പോകാൻ പറ്റിയത് ഭയങ്കര ഒരു ലക്കായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ കൂടെ ഈ കപ്പും കൂടി പിടിക്കാൻ പറ്റുമ്പോൾ അത് ഇരട്ടി മധുരമായിരുന്നു. ഭയങ്കര അതെ, അത് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ എനിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നത്. കാരണം ആ കപ്പ് ഈ പറഞ്ഞതുപോലെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തൃശ്ശൂരിലേക്ക് കിട്ടുന്നു. അപ്പോൾ അത് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം തന്നെ അത് വളരെ അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത് പിടിക്കാനായിട്ട് പറ്റുകയാണ്. അതിന് ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അതിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? അത് ആദ്യം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് അവസാനമായിരുന്നു. ആ ഡേയിലത്തെ അവസാനമാണ്. സമാപന സമ്മേളനത്തിന് അവസാനമാണ് ഈ കപ്പ് കൊടുക്കുന്നത്. 5ാം തീയതി ആയിരുന്നു എൻ്റെ പരിപാടി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നിരുന്നു. പക്ഷെ കപ്പ് കിട്ടുന്ന പ്രതീക്ഷയോടെ ഞാൻ വീണ്ടും 7ാം തീയതി പോയി അവിടേക്ക്. അങ്ങനെ 8ാം തീയതി ആദ്യം പാലക്കാട് കയറി. പക്ഷെ ഞങ്ങൾക്കപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അയ്യോ തൃശ്ശൂരിന് കിട്ടും കുറേ പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. അവസാനം തൃശ്ശൂരിന് കിട്ടി. ഭയങ്കര സന്തോഷമായി, അടിച്ചു പൊളിച്ചു. നമ്മുടെ മത്സരം കഴിഞ്ഞ് തിരിച്ച് തൃശ്ശൂർ എത്തിയിട്ട് പിന്നെ ആ ഒരു ലാസ്റ്റ് ഡേ തൃശ്ശൂരിന് ഫസ്റ്റ് പൊസിഷൻ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ പോയ ആളാണ് പാർവതി. പാർവതിയുടെ പ്രതീക്ഷ വെറുതെ ആയില്ല, ആ പോയത് വെറുതെ ആയില്ല. കപ്പ് കിട്ടുകയും ചെയ്തു. അത് പിടിക്കാനുള്ള ഒരു സ്റ്റേജിൽ കയറി നമ്മുടെ മിനിസ്റ്റേഴ്സിനൊപ്പം നിന്ന് ആ കപ്പ് വാങ്ങാനുള്ളൊരു ഭാഗ്യം കൂടെ കിട്ടിയ ആളാണ് പാർവതി. അപ്പോൾ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്, ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. ആ കപ്പ് പിടിക്കുക, സ്വർണ്ണ കപ്പ് പിടിക്കാനായിട്ട് പറ്റിയല്ലോ. ഇനി പാർവതി, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കലോത്സവത്തിൽ ഇനിയും അടുത്ത കൊല്ലമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? ഇനി തുടർന്ന് ആഗ്രഹമുണ്ട്. കഥകളി തന്നെ മെയിനായി പിടിക്കാനാണോ? ഇഷ്ടപ്പെട്ടു അല്ലേ? നമ്മൾ സ്റ്റാർട്ടിങ് ഒരു ട്രൈ ചെയ്ത് നോക്കുന്ന പോലെയായിരുന്നു.
ആയിരുന്നു ഈ വർഷം. അതേ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് എ ഗ്രേഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് കഥകളി നമ്മൾ തുടരുന്ന ആഗ്രഹമുണ്ട്. ആണല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും രണ്ടാൾക്കും കൺഗ്രാജുലേഷൻസ്. രണ്ടാളും അടിപൊളിയായിട്ട് ആദ്യത്തെ വർഷം തന്നെ സ്റ്റേറ്റ് ലെവലിൽ പോയി എ ഗ്രേഡ് നേടി കപ്പും വാങ്ങി തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അപ്രിസിയേഷൻ കിട്ടുന്ന ഒരു സമയമാണല്ലേ ഇത്. കാരണം ഈ പറഞ്ഞതുപോലെ ഈ കപ്പ് നമുക്ക് വളരെ അപൂർവമായി കിട്ടുന്ന ഒന്നായതുകൊണ്ടും കൂടെ ഒരു സ്പെഷ്യൽ അപ്രിസിയേഷൻ ഒക്കെ കിട്ടും. അപ്പോൾ പാർവതിക്ക് അത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പേപ്പറിലൊക്കെ ഫോട്ടോ വന്നതാണ്. എല്ലാവരും അപ്പോൾ അതിനെങ്ങനെ കൺഗ്രാജുലേറ്റ് ചെയ്ത് വരുന്നുണ്ടാവും അല്ലേ? ചിലവൊക്കെ അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട്. സ്കൂളിലാണെങ്കിലും ഭയങ്കര സെലിബ്രേഷൻ ആയിരിക്കും അല്ലേ? അടിപൊളിയായിരുന്നു. നിങ്ങളുടെ ഗുരുവിന്റെ പേരെന്തായിരുന്നു പറഞ്ഞത്? കലാമണ്ഡലം ഹരിനാരായണൻ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്, അതായത് ഹോളി ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ പിള്ളേർ പഠിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രം ഇങ്ങനെ ചാൻസ് കിട്ടിയില്ല. അത്രയും സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് സ്റ്റേറ്റ് വരെ എത്താനും. അപ്പോൾ അത്രയും സന്തോഷം. ഹോളി ഫാമിലി സ്കൂളാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഒരുക്കി തന്നത്. അതെ. മോൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് ഈ ഹോളി ഫാമിലി സ്കൂളും പിന്നെ ഞങ്ങളുടെ അമ്മമാരുമാണ്. ഞങ്ങളുടെ അമ്മമാരുടെ എഫേർട്ട് കൊടുത്ത് ഹോളി ഫാമിലി സിസ്റ്ററിൻ്റെ എഫേർട്ട് കാരണമാണ് ഞങ്ങൾ അന്ന് സ്റ്റേജിൽ കയറിയത്. അവർ ഞങ്ങളെ കുറേ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആദ്യം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി വന്നത് അയ്യോ വേണമെന്ന്. പക്ഷെ അവരെനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര പ്രോത്സാഹനമാണ് തന്നത്. വളരെ നന്ദിയുണ്ട് രണ്ടുപേരും എല്ലാവരോടും. നമ്മുടെ പാർവതിയുടെ അമ്മ കൂടെ ഇവിടെ ഉണ്ട്. നമുക്ക് അമ്മയോട് കൂടെ ചോദിക്കാം. മോള് കപ്പൊക്കെ എടുത്തിട്ട് സ്റ്റേറ്റ് ലെവലിൽ മത്സരിച്ച് വന്നു എന്നുള്ളത് മാത്രമല്ല, സ്വർണ്ണ കപ്പും പിടിച്ച് വാങ്ങി ഇങ്ങനെ വാങ്ങിയിട്ടുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ അമ്മയുടെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് മോള് മത്സരത്തിൽ പങ്കെടുത്ത് കപ്പുമായിട്ട് തിരിച്ചു വന്നപ്പോൾ? വളരെ സന്തോഷം തോന്നി. ഇവരുടെ മത്സരം 5-ാം തീയതി ആയിരുന്നു. അപ്പോൾ 5-ാം തീയതി മത്സരം കഴിഞ്ഞ് അപ്പോൾ തന്നെ നമ്മൾ വലിയ ടെൻഷനിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എ ഗ്രേഡ് കിട്ടുമോ എന്നൊക്കെയുള്ള സംശയത്തിലായിരുന്നു. എ ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഞങ്ങൾ അന്ന് തന്നെ തിരിച്ചു വന്നിട്ട് മോള് പിന്നെ പറയല്ലേ നമുക്ക് വീണ്ടും തിരിച്ചെത്തി. 8-ാം തീയതി വരെ ആയിരുന്നു മത്സരം. അപ്പോൾ 7-ാം തീയതി ആയപ്പോൾ നമ്മൾക്കൊരു പ്രതീക്ഷ തൃശ്ശൂരിന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ വന്നപ്പോൾ നമ്മളുടെ ജില്ലാ ഗ്രൂപ്പുണ്ട്, സംസ്ഥാനത്ത് മത്സരിക്കുന്ന കുട്ടികളുടെ ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ഇതിൻ്റെ ജില്ലാ കൺവീനർ ഒരു മെസ്സേജ് ഇട്ടിരുന്നു. കപ്പ് വാങ്ങാനായിട്ട് 8 കുട്ടികൾക്ക് അനുമതിയുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള കുട്ടികളുടെ പേര് കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പേര് കൊടുത്തിരുന്നു. എന്നിട്ട് പിന്നെ അപ്പോഴും ഉറപ്പില്ല, ലാസ്റ്റ് മിനിറ്റിലാണ് നമുക്ക് തന്നെ തൃശ്ശൂരിന് കിട്ടും എന്നുള്ള ഇത് മനസ്സിലായുള്ളൂ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് 8-ാം തീയതി പുലർച്ചെ തന്നെ പോയി അവിടെ ചെന്നു. അവിടെ നമ്മൾ ടെൻഷനില്ല, എല്ലാവരും നമ്മുടെ തൃശ്ശൂർ ടീം മൊത്തം ടെൻഷനിലാണ്. പാലക്കാടാണോ തൃശ്ശൂരാണോ എന്ന്. തൃശ്ശൂരിന് കിട്ടി, വളരെ സന്തോഷമായി. എനിക്കും കൂടെ സ്റ്റേജിൽ കയറാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. ഞാനൊരു അധ്യാപിക തന്നെയാണ്. അങ്ങനെ കയറി അത് എന്താ പറയുക, നമുക്കൊരു ചരിത്ര നിമിഷം എന്നൊക്കെ പറയില്ലേ. മുമ്പ് തൃശ്ശൂരൊക്കെ സംസ്ഥാന കലോത്സവം വരുമ്പോൾ പോയി കാണാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് മകള് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. 8-ാം ക്ലാസ്സിലായല്ലേ ഉള്ളൂ. ആ കൊല്ലം തന്നെ എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ വിജയത്തിന് ഇരട്ടി മധുരം, അല്ലെങ്കിൽ അവർ കൂടുതൽ ശ്രദ്ധയിൽപ്പെടുന്നത് ഇക്കൊല്ലം നമുക്ക് സ്വർണ്ണക്കപ്പും കൂടെ കിട്ടിയത് കൊണ്ടാണ്. അപ്പോൾ അതെല്ലാവരും ശരിക്കും ആഘോഷിക്കുകയാണ്. അപ്പോൾ അവിടെ ആ സമയത്ത് എന്താ നടന്നേ, നമുക്കൊരു ഭയങ്കര ത്രിൽഡ് ആയിരുന്നു എല്ലാവരും. പിന്നെ എല്ലാ ചാനലുകാരും വരുന്നു, ഇവര് പാട്ട് ഭയങ്കര, എല്ലാവരും ഭയങ്കര സ്പിരിറ്റിലായിരുന്നു. എനിക്ക് തോന്നുന്നു ലൈഫിൽ തന്നെ ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. അത് ഇവരെയൊക്കെ സംബന്ധിച്ച് ഇനി അവരുടെ ലൈഫ് ടൈം മുഴുവൻ അവർക്ക് ചെറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുഭവമായിരുന്നു. അമ്മയുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് വിനിജ എന്നാണ്. ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ രാമവർമ്മത്ത് ഡിസ്ട്രിക്ട് സെൻറ്റർ ഫോർ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ്. അവിടുത്തെ ചീഫ് ട്യൂട്ടറാണ്. ഇപ്പോൾ മോള് പറഞ്ഞു മോളുടെ ഈ കഥകളി ഇപ്പൊ ഈ വർഷം പഠിച്ചതാണല്ലോ, ഇതിന് വേണ്ടി പഠിച്ചതാണ്. ഇപ്പൊ അമ്മയ്ക്കും പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയണ കേട്ടു, ശരിയാണോ? ഇവരുടെ ഗുരു കലാമണ്ഡലം ഹരിനാരായൺ സാറാണ്. സാറ് കലാമണ്ഡലത്തിലെ HOD ആണ്. അപ്പോൾ സാറാണ് ഇവിടെ കാലങ്ങളായിട്ട് ഹോളി ഫാമിലിയിലെ കുട്ടികൾക്ക് കഥകളി പഠിപ്പിക്കുന്ന അധ്യാപകനാണ് അദ്ദേഹം. വന്ന് ഇവർക്ക് കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം എന്നതിനേക്കാൾ ഉപരി ജൂൺ മുതൽ തന്നെ അത്യാവശ്യം ഇവർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം സാറ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സാറിന് നിർബന്ധമാണ് ശനി ഞായർ ദിവസങ്ങളിലാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് കുട്ടികൾ തന്നെ അവരത്
അധ്യാപകരോ അല്ലെങ്കിൽ അവരുടെ പേരൻസോ ഉണ്ടാവണമെന്ന് സാറിന് നിർബന്ധം. അപ്പോൾ മിക്കവാറും ഞാനും കൂടി ഫുൾ ടൈം ഇവരുടെ കൂടെ ഉണ്ടാവും. അദ്രിജയുടെ അമ്മ ഉണ്ടാവും. ഞങ്ങൾക്കും താല്പര്യമായി തുടങ്ങി. അപ്പോൾ അവസാനം ഞങ്ങൾ തന്നെ ഇവർക്ക് ഓരോന്ന് ഇതെങ്ങനെയല്ല ചെയ്യേണ്ടത് മാഷ് പറഞ്ഞതെന്ന് ഓർമ്മയില്ല. അപ്പോൾ മാഷ് പറയും ഇനി നിങ്ങളുടെ കൂടെ അരങ്ങേറ്റം നടത്താമെന്ന് പറയും. അപ്പോൾ ഇവർക്ക് തുടക്കത്തിൽ ഇവർ രണ്ടുപേരും ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നവരാണ്. അപ്പം ഇവർക്ക് കഥകളിയോടത്ര ഇവരുടെ അത് വഴങ്ങുന്നുണ്ടായിരുന്നില്ല. ഇഷ്ടമുണ്ട്, പക്ഷേ വഴങ്ങുന്നില്ല. അപ്പോൾ കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെ. പക്ഷേ ആദ്യത്തെ ഒരു അരങ്ങൊക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെയാണ് ആദ്യം കളിച്ചത്. ഇവരുടെ ഒരു റിഹേഴ്സൽ പോലെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേർക്കും കഥകളിയോട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അത് ഇനി തുടർന്നും പഠിക്കണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ അതെന്തായാലും തുടരും. കൂട്ടത്തിൽ അമ്മയും പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ ഒരു കലയല്ലേ, കേരളത്തിൻ്റെ ഒരു കല പഠിക്കാൻ പറ്റിയത്, ഒരു വേഷം കെട്ടാൻ പറ്റിയത് ഒക്കെ വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. തീർച്ചയായിട്ടും അതെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും കഥകളി അരങ്ങുകളിൽ സജീവമാവാൻ പറ്റട്ടെ, രണ്ടാൾക്കല്ല 3 ആൾക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. കലോത്സവം കഴിഞ്ഞപ്പോൾ വളരെ പ്രൗഡായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലെ HM ആണ് സിസ്റ്റർ ഗ്ലോറി. സിസ്റ്റർ, കലോത്സവം കഴിഞ്ഞ് എല്ലാ കുട്ടികളും അതുപോലെ തൃശ്ശൂർക്കാരും മൊത്തം സന്തോഷത്തിലാണ്. അതിലൊരു വലിയൊരു പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കും. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു സന്തോഷം? തീർച്ചയായിട്ടും വളരെ സന്തോഷത്തിലാണ്. കാരണം 63ാമത് സംസ്ഥാന കലോത്സവത്തിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് 26 വർഷങ്ങൾക്ക് ശേഷം സ്വർണ്ണക്കപ്പ് കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ്. അതിൽ നമ്മുടെ വിദ്യാലയത്തിലെ ഹോളി ഫാമിലി വിദ്യാലയത്തിലെ മക്കളും പങ്കെടുത്തിരുന്നു. ഒരു 4 പേരാണ് പങ്കെടുത്തത്. അതിൽ 4 പേരും ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ
കൈവരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പലരും ഇപ്പോൾ കഥകളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. മോണാക്ട് ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് ലെവൽ മത്സരത്തിലേക്ക് ആ കുട്ടി ആദ്യമായിട്ട് പോകുന്നു. മറ്റ് മത്സരങ്ങളാണെങ്കിൽ എല്ലാം ഈ പറഞ്ഞതുപോലെ അവർ ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ തന്നെ സ്റ്റേറ്റ് ലെവൽ എത്താനുള്ള ഭാഗ്യം കിട്ടി. അതാണ് സന്തോഷം. അത് ശരിക്കും എന്താ പറയാ, ഭാഗ്യം കൂടെ ഉള്ളൊരു നിമിഷം തോന്നും അല്ലേ? കാരണം ഒരുപാട് പേര് മത്സരിക്കാനുണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ തെരഞ്ഞെടുത്ത് നമ്മുടെ സ്കൂളിൽ നിന്ന് 4 പേര് പോയി, 4 പേർക്കും എ ഗ്രേഡ് ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്, കപ്പുമായിട്ട്. ഒപ്പം കപ്പും ഉണ്ട്. അപ്പൊ ശരിക്കും ഈ പറഞ്ഞ പോലെ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് കൂടിയാണ്. 4 പേർക്കും കപ്പ് എ ഗ്രേഡ് കിട്ടാൻ സാധിച്ചു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ 2 പേര് കഥകളിക്കാർ, 2 പേരും ന്യൂ അഡ്മിഷൻ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടാണ് അവരത് നോക്കിയിട്ടാണ് നമ്മുടെ വിദ്യാലയത്തിൽ ന്യൂ അഡ്മിഷനായിട്ട് 8th അവർ വന്നത്. അപ്പോൾ നമ്മൾ വിദ്യാലയം നന്നായി പ്രോത്സാഹനം കൊടുത്തു. അതുപോലെ അവരുടെ പേരൻസും ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്തിരുന്നു. അവരുടെ സപ്പോർട്ട് നന്നായി നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് സത്യത്തിൽ നമുക്ക് നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു വിജയകരമായിട്ടുള്ള സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എല്ലാവിധ ആശംസകളും നേരെയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിഞ്ഞ് ഒരുപാട് പേരാണല്ലേ നമ്മുടെ കപ്പുമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർക്ക് തിരിച്ചെത്തിയത്. അപ്പോൾ അക്കൂട്ടത്തിലുള്ള ഒരാളാണ് നമ്മുടെ കൂടെയുള്ളത്, ജ്വാല മോണാക്ടിനാണ് മത്സരിച്ചത്. തൃശ്ശൂർ ജില്ലയെ റെപ്രസെന്റ് ചെയ്ത് മോണാക്ടിലെ ഹൈസ്കൂൾ വിഭാഗം മത്സരിച്ച് എ ഗ്രേഡുമായിട്ട് വന്ന ആളാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കലോത്സവ എക്സ്പീരിയൻസ്? ആദ്യമായിട്ടാണ് ഞാൻ പോണേ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ ആൾക്കാരെ കാണാൻ പറ്റി. നമ്മളെ പോലെ തന്നെ കുറെ കുട്ടികളുണ്ട്, അവരെയൊക്കെ കാണാൻ പറ്റി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ടാണ് പോണേന്ന് പറഞ്ഞു. ഇപ്പോൾ 9th പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഈ ഒരു മോണാക്ട് അല്ലെങ്കിൽ ആക്ടിങ്, നാടകം അങ്ങനെയുള്ള ഭാഗത്തേക്കേ നോക്കിയിട്ടില്ല? ഇല്ല, ഞാൻ 2nd സ്റ്റാൻഡേർഡ് മുതൽ മോണാക്ട് ചെയ്ത് തുടങ്ങിയതാണ്. കിട്ടാറുണ്ട് സമ്മാനം. എനിക്ക് 7th കിട്ടിയായിരുന്നു, ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു. 7th വരെ നമ്മൾ ഡിസ്ട്രിക്റ്റ് ആണ് അവിടുത്തെ സ്റ്റേറ്റ്, അതിനപ്പുറം പോകാത്തത് കൊണ്ട് അവിടെ വരെ എത്തിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഹൈസ്കൂളിൽ വരുമ്പോഴാണല്ലോ ഈ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് ലെവൽ മത്സരമൊക്കെ പങ്കെടുക്കാനുള്ള, അത് നമ്മൾ കിട്ടുകയും ചെയ്തു, പോവുകയും ചെയ്തു, കപ്പുമായിട്ട് വരികയും ചെയ്തു. ഇപ്രാവശ്യം പോകുമ്പോൾ വേറെ ഒരു പ്രത്യേകതയുണ്ട്, കപ്പ് കിട്ടുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ഒരു ആഘോഷമായിരിക്കും അല്ലേ? സ്കൂളിലൊക്കെ ഭയങ്കര സാധാരണയൊക്കെ ഒരു പടി മുകളിലായിരിക്കും ഇപ്രാവശ്യത്തെ ആഘോഷം. പിന്നെ ഇത്ര വർഷം കഴിഞ്ഞിട്ടല്ലോ നമ്മൾ അതിന് ഭാഗമായി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡാണല്ലേ അങ്ങനെ ആലോചിക്കുന്ന സമയത്ത്. നമുക്ക് പിന്നെ ഇനിയാണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നമുക്ക് പറയാം, അന്ന് 26 വർഷങ്ങൾക്ക് ശേഷം കപ്പുമായിട്ട് വന്ന ടീമിൽ ഒരാളാണ് ഞാൻ എന്ന് പറയാം അല്ലേ? അപ്പൊ എന്തായാലും മോണാക്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 2ാം ക്ലാസ് തൊട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പഠിക്കുന്നുണ്ടോ അതെങ്ങനെയാ? വീട്ടിൽ ആരെങ്കിലും? അപ്പയാണ് പഠിപ്പിക്കാറ് മോണാക്ട്. അപ്പേൻ്റെ ചെറുപ്പം മുതലായാലും ഇതുവരെ ആണെങ്കിലും അപ്പ ചെയ്യിപ്പിക്കാറ്. അപ്പൊ ഇങ്ങനെ ആക്ടിങ് സൈഡിലുള്ള അപ്പ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ആളുടെ പാഷനാണ് നാടകം, ആക്ടിങ്, മോണാക്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആളും ട്രെയിൻ ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ മോണാക്ടിൽ ഫൈനലി സ്റ്റേറ്റ് ലെവൽ പോയി വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആ മോണാക്ട് ഒന്ന് നമുക്ക് ഇവിടെ കാണിച്ചു തരുമോ? ഉമ്മ, ഉപ്പ, എൻ്റെ കാല്, ഉമ്മ, കാലൊക്കെ പോയി. ഉമ്മ, എൻ്റെ കളിപ്പാട്ടങ്ങൾ എൻ്റെ കൂട്ടുകാരികൾക്ക് കൊടുത്തോ, എൻ്റെ കുഞ്ഞുടുപ്പോള് എൻ്റെ അനിയത്തിമാർക്ക് കൊടുത്തോ, എൻ്റെ ഷൂസോള് പാവപ്പെട്ടവർക്ക് കൊടുക്കണം ഉമ്മ. കൊടുക്കണേക്കാൾ മുമ്പ് കഴുകി വൃത്തിയാക്കാൻ മറക്കല്ലേ. സദകത്ത് അത്ത കമ മാവുന്നാറ റബ്ബേ. ഇതെന്റെ ഒസ്യത്ത്. നമസ്കാരം. ഗാസയിലെ യുദ്ധം എല്ലാ മാനുഷിക മൂല്യങ്ങളും തകർത്ത് മുന്നേറുമ്പോൾ നമുക്കിടയിലും സോഷ്യൽ മീഡിയ യുദ്ധം മുറുകുകയാണ്. ഇരുപക്ഷത്തേക്കും ചേരിതിരിഞ്ഞ് നാം പോരാടുമ്പോൾ ഒന്നും അറിയാതെ പൊട്ടിത്തെറിക്കുന്ന, കത്തിയമരുന്ന ബാല്യങ്ങളുടെ ജീവനുകൾക്ക്, വേദനകൾക്ക് ആര് സമാധാനം പറയും? എൻ്റെ ഏകാഭിനയ വേദിയിൽ ഞാൻ ആടുന്നത് ആ വേവലാതികളാണ്. ഒസ്യത്ത്. സെൽവ, യുദ്ധം തുടങ്ങിന്നാ കേക്കണേ. എല്ലാരും കിട്ടിയതെടുത്ത് പലായനം ചെയ്യാ. നമ്മളിനി എന്താ ചെയ്യാ? എൻ്റെ പടച്ചോനെ, നിങ്ങൾ എന്താ ഈ പറയണേ? ഒരായുസ് കൊണ്ടുണ്ടാക്കിയ വീടും പിറന്ന മണ്ണും വിട്ടിച്ച് നമ്മൾ എവിടേക്ക് പോവാനാ? യാ അല്ലാ. അതെ, ഏതൊക്കെ യുദ്ധം ഉണ്ടായാലും അവസാന നഷ്ടം നമ്മളെ പോലുള്ള കുഞ്ഞുമക്കൾക്ക് മാത്രം. മതമോ രാജ്യമോ രാഷ്ട്രമോ
സമാധാനം നൽകാത്ത ജീവിതങ്ങളുമായി തെരുവിലൂടെ അലയുകയാണ്. അനാഥമാക്കപ്പെട്ട കുഞ്ഞു ബാല്യങ്ങൾ, എൻ്റെ പോലുള്ള കുട്ടികൾ, എനിക്കും ഞങ്ങൾക്കും ഈ ലോകത്ത് ജീവിക്കണം. നന്ദി, നമസ്കാരം. കുറച്ച് ജ്വാല ചെറിയൊരു പോർഷനാണ് ചെയ്തത്, പക്ഷേ ഈ ഒരു പോർഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു ടോപ്പിക്കുമാണ്. പിന്നെ ആ ജ്വാലയുടെ പ്രസൻറ്റേഷൻ ആണെങ്കിലും എന്താ പറയുക, നമ്മളിങ്ങനെ പിടിച്ചു മുറുക്കുന്ന ആ ഒരു ടോപ്പിക്കിന് അതിൻ്റെ ആ ഒരു അത്രയും തന്നെ രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ജ്വാല. ഇത് എഴുതിയതൊക്കെ അപ്പം തന്നെയാണോ? അല്ല, അപ്പർ ഫ്രണ്ടാണ് എഴുതിയത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് പോകുന്ന സമയത്ത് ഈ ടോപ്പിക്കിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് നമുക്കറിയാലോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതും ഈ ടോപ്പിക് തന്നെയായിരുന്നു. അന്ന് അത്രയും ശ്രദ്ധിച്ചില്ല. അന്നായിരുന്നു കുറച്ചും കൂടി യുദ്ധം നിന്നിരുന്ന സമയം. ഇന്ന് അത്രയും ഭീകരതയിൽ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ പത്രത്തിലൊക്കെ അത് സൈഡ് കോളത്തിലേക്ക് ഒതുങ്ങി. അപ്പം അതിൻ്റെ ഭീകരത ഇനി കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റിലേക്ക് തന്നെ എടുത്തത്. അത് അങ്ങനെ വന്നതാണ്. നമ്മളിപ്പോൾ കണ്ടത് ചെറിയൊരു പോർഷൻ മാത്രമാണ്, ഇതിനേക്കാൾ കുറച്ചുകൂടെ ഉണ്ട്. നമ്മളിപ്പോൾ പ്രസൻറ്റ് ചെയ്തത് വളരെ കുറച്ചൊരു പോർഷൻ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ആക്ടിങ്ങിൽ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ എടുത്ത് എന്താണ് ഈ കഴിഞ്ഞതിൽ നിന്ന് ഈ വർഷത്തേക്ക് വന്ന മാറ്റം എന്താണ്? എൻ്റെ ആക്ടിങ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയ പോലെ തോന്നി. പിന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ സൗണ്ട് മോഡുലേഷൻ ആയാലും കാര്യങ്ങളും കുറച്ച് പൊസിഷൻ എങ്ങനെയാണ് സ്റ്റേജ് എങ്ങനെ ബാലൻസ് ചെയ്യേണ്ടത് അതൊക്കെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ജ്വാലയുടെ നമുക്ക് ഇനിയും നമ്മൾ കാണും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ലേ, നമ്മളെ പിടിച്ചിരുത്തും എന്ന് പറയുന്ന പോലത്തെ ഒരു പെർഫോമൻസ് ആണ്. കഥയാണെങ്കിലും അപ്പയുടെ ഡയറക്ഷൻ ആണെങ്കിലും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. ജ്വാലയുടെ പ്രസൻറ്റേഷൻ അതിഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻ ഫ്യൂച്ചർ ആണെങ്കിലും ഈ ഒരു ഇത് നമ്മൾ പിടിക്കല്ലേ, മോണാക്ട് അല്ലെങ്കിൽ ആക്ടിങ് ഒരു ഇഷ്ടമാണല്ലേ, അപ്പയെ പോലെ പാഷൻ ഉണ്ട് ആക്ടിങ്ങിൽ? നാടകമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു മേഖല തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹോളി ഫാമിലി സ്കൂളിൽ നിന്ന് സ്റ്റേറ്റ് ലെവലിലേക്ക് സമസ്യ പൂരണത്തിനായിട്ട് ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് പോയിട്ട് തൃശ്ശൂർ ജില്ലയ്ക്കുള്ള കപ്പുമായിട്ട് വന്നിട്ടുള്ള കൂട്ടത്തിൽ ഒരാളാണ് ദേവിക. ദേവിക ഏത് ക്ലാസ്സിലാണ്? ഞാൻ 8ല്. സംസ്കൃതം ഇഷ്ടമാണോ? വളരെ ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണല്ലോ സംസ്കൃത കലോത്സവത്തിന് പോയിട്ട് പോയിന്റ് ഒക്കെ കൊടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ മത്സരത്തിന് മുൻപേ പോവാറുണ്ടോ? ഞാൻ 7ാം ക്ലാസ് തൊട്ട് പങ്കെടുക്കുന്നുണ്ട് സമസ്യപൂരണം. സമസ്യപൂരണം തന്നെയാണോ അതോ വേറെ ഐറ്റംസും? വേറെ ഐറ്റംസ് പാടകം, പിന്നെ ജനറല്, ഒട്ടംതുള്ളല്, പിന്നെ സംസ്കൃതത്തിൽ തന്നെ എഴുത്ത് മത്സരങ്ങളും അതിനൊക്കെ പങ്കെടുക്കാറുണ്ട്. എഴുത്തിന്റെ കാര്യം വരുമ്പോൾ സംസ്കൃതത്തിനോടാണ് താല്പര്യം തോന്നുന്നു അല്ലേ? അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സമസ്യപൂരണത്തിന് പോയി. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ടോപ്പിക്ക് നറുക്കെടുത്തിട്ടാണ് എടുക്കുക. അപ്പോൾ ന്യൂ ഇയർ എന്നുള്ള ടോപ്പിക്കാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് എളുപ്പമായിട്ട് തോന്നി. അങ്ങനെ കോൺഫിഡൻസോട് എഴുതി. അങ്ങനെ ഓക്കെ. ഈ സമസ്യാപൂരണം എന്ന് പറയുന്ന മത്സരം ശരിക്കും എങ്ങനെയാ, എന്താണ് അതിന്റെ മത്സരം? എന്താ സമസ്യാപൂരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭഗവത്ഗീത പോലെ തന്നെയാ. അതിൽ 8 അക്ഷരം ഒരു വരിയിൽ പാടുള്ളൂ. അങ്ങനെ 8 അക്ഷരത്തിൽ എൻഡ് ചെയ്യണ ആശയവത്തായിട്ടുള്ള വരികൾ എഴുതാണ് വേണ്ടത്. ലാസ്റ്റത്തെ വരി നമുക്ക് ജഡ്ജസ് തരും. ആ വരിയോടായിട്ട് നല്ല ബന്ധമുള്ള ആശയമുള്ള വാക്കുകളും എല്ലാം കൂട്ടിച്ചേർത്താണ് ഒരു പോയം പോലെയാണ് എഴുതേണ്ടത്. ഈ ലാസ്റ്റത്തെ വരിയിലാണ് ന്യൂ ഇയർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് മുൻപിലുള്ള ന്യൂ ഇയറിനെ പറ്റിയിട്ടുള്ള നല്ല അർത്ഥവത്തായിട്ടുള്ള വരികൾ സംസ്കൃതത്തിൽ ഈ പറഞ്ഞതുപോലെ അക്ഷരങ്ങളൊക്കെ മാച്ചിങ് വരുന്ന രീതിയിൽ എഴുതണം അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ അത്രയ്ക്ക് തയ്യാറെടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് റവന്യൂ മത്സരത്തിന് പോയത്. അവിടെ കിട്ടിയപ്പോൾ എനിക്ക് നല്ല പ്രതീക്ഷയായി. അയ്യോ, ഇത് ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റേറ്റിൽ വരെ പോണത്. അങ്ങനെ നമ്മൾ 8ാം ക്ലാസ്സിലാണ്. അപ്പോൾ സ്റ്റേറ്റ് കലോത്സവം എന്ന് പറയുന്നത് ഈ വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആ വർഷം തന്നെ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ പോകാനായിട്ട് ഭാഗ്യം കിട്ടി. റവന്യൂ മത്സരത്തിന് എന്തായിരുന്നു ടോപ്പിക്ക് കിട്ടിയത്? റവന്യൂ മത്സരത്തിൽ എന്നോട് ക്ഷമിക്കണേ എന്നുള്ള ലാസ്റ്റ് വരെയുള്ള ടോപ്പിക്കാണ് കിട്ടിയത്. അപ്പം അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്പോൾ നമുക്ക് ഒരുവിധം സംസ്കൃതത്തിലുള്ള വാക്കുകളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ? അതിനെ പ്രയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. വാക്കുകളുടെ ഒരു സമ്പത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെങ്കിൽ അല്ലേ ഈ കറക്റ്റ് ആ ഒരു ആവശ്യമുള്ള വാക്ക്, ആ അക്ഷരം വെച്ച് തുടങ്ങുന്ന വാക്കൊക്കെ കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും A ഗ്രേഡ് കിട്ടി നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ. നമ്മൾ 8ാം ക്ലാസ്സിൽ ഈ ഹൈസ്കൂൾ ലെവലിൽ കലോത്സവത്തിൻ്റെ മത്സരത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന വർഷമാണ്. അതും സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുക്കാനും പറ്റി, A ഗ്രേഡ് കിട്ടുകയും ചെയ്തു. 26 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ സ്വർണ്ണ കപ്പുമായിട്ടാണ് വന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടെ വരവേൽപ്പൊക്കെ? ഇവിടെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും പോയി കപ്പ് കാണാനും പ്രസംഗങ്ങളൊക്കെ കേൾക്കാനൊക്കെ പോയി. നല്ലതായിരുന്നു.
ആ ഫൈനൽ ഡേ നമ്മൾ കപ്പ് വാങ്ങുന്ന ഒരു സമയത്ത് വല്ല കോരിത്തെരിപ്പൊക്കെ ഉണ്ടാവുമല്ലേ? കാരണം നമ്മളും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ പ്രാവശ്യം കപ്പ് കിട്ടിയത്. അപ്പൊ നമ്മളും അതിന്റെ ഒരു ഭാഗമാണ്. ആ കപ്പ് നമുക്ക് കിട്ടുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ചെറിയ പോയിന്റ് വ്യത്യാസത്തിലാണ് നമുക്ക് ഫസ്റ്റ് എന്നുള്ള ഒരു പൊസിഷൻ കിട്ടിയത്. അപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ള ഓരോ പോയിന്റിനും അത്രയും വാല്യൂ ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണല്ലേ ഈ കപ്പ് കിട്ടുന്ന ആ ഒരു നിമിഷം എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ ആ ഒരു സമാപന സമ്മേളനത്തിലും പങ്കെടുത്തിട്ടാണ് തിരിച്ചു വന്നത്. ട്രിവാൻഡ്രത്ത് മുമ്പ് പോയിട്ടുണ്ടോ? ട്രിവാൻഡ്രത്ത് എൻ്റെ അച്ഛൻ്റെ ജോലി പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ സ്ഥലങ്ങൾ തിരിച്ചറിയാൻ ഭയങ്കര എളുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കലോത്സവത്തിനായിട്ട് പോകുമ്പോഴുള്ള തിരുവനന്തപുരവും അല്ലാതെയുള്ള ട്രിവാൻഡ്രവും തമ്മിൽ എന്താ ഡിഫറൻസ്? അല്ലാതെ പോകുമ്പോൾ നമ്മൾ സ്ഥലങ്ങൾ കാണാനും ആസ്വദിക്കാനാണ് പോകുന്നത്. പക്ഷേ കലോത്സവത്തിനായിട്ട് പോകുമ്പോൾ അത്രയും ഡെഡിക്കേഷനോടെ നല്ല ടെൻഷനായിട്ട് അങ്ങനെ പോയി ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കണത്. അപ്പോൾ അങ്ങനെ വ്യത്യാസമുണ്ട്. രണ്ട് ട്രിപ്പും രണ്ട് ടൈപ്പാണല്ലേ? അപ്പോൾ എന്തായാലും ദേവിക, നമുക്ക് ആ സമസ്യാപൂരണം ഓർമ്മയുണ്ട് അന്ന് എഴുതിയത് നമ്മൾ എഴുതാ ചെയ്യണം. അതിപ്പോ അങ്ങനെ ഓർത്ത് പറയാനായിട്ട് പറ്റില്ല. ആ സമയത്ത് നമ്മൾ അങ്ങനെ എഴുതി കൊടുക്കല്ലേ? അപ്പൊ എന്തായാലും ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ എന്തായാലും ഇനിയും ഇതുപോലെ മത്സരങ്ങളിൽ പങ്കെടുക്കണം കേട്ടോ. ഈ പറഞ്ഞതുപോലെ സംസ്കൃതം കലോത്സവങ്ങളിലും അതുപോലെ ജനറൽ ഓട്ടംതുള്ളലില് ഓട്ടംതുള്ളലിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇനി അടുത്ത വർഷം അങ്ങനെ ഓട്ടംതുള്ളലിലും പങ്കെടുക്കുന്നുണ്ടായിരിക്കും അല്ലേ? സംസ്കൃതം പ്ലസ് ഓട്ടംതുള്ളൽ ഉണ്ടാവുമായിരിക്കും. സംസ്കൃതോത്സവം ഒരുമിച്ചിട്ട്. ഓക്കെ, അപ്പൊ എല്ലാറ്റിലും പങ്കെടുക്കണം. ഇനിയും കലോത്സവ വേദികളിൽ പോകണം. ഇതുപോലെ കപ്പൊക്കെ കൊണ്ടുവരണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സ്റ്റേറ്റ് കലോത്സവത്തിൽ എ ഗ്രേഡും ആയിട്ട് വന്ന നമ്മുടെ കൊച്ചു മിടുക്കിമാരെ അനുമോദിക്കുകയുണ്ടായി നമ്മുടെ സ്കൂളിൽ. സ്കൂൾ PT എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതുപോലെ ഹെഡ് മിസ്ട്രസ് എല്ലാവരും ചേർന്ന് നമ്മുടെ കുട്ടികളും എല്ലാവരും ചേർന്ന് ഈ പോയി വന്ന 4 മിടുമിടുക്കികളെ അനുമോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ചെയ്തത് എന്തായാലും നമുക്കറിയാമല്ലോ, നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് കിട്ടിയിട്ടുള്ള ഓരോ പോയിന്റിനും അത്രമാത്രം വാല്യൂ ആണ് ഉള്ളത്. കാരണം സ്റ്റേറ്റ് ലെവലിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് വെറും ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് നമ്മൾ 1ാം സ്ഥാനത്ത് വന്നത്. അപ്പോൾ ഓരോ പോയിന്റിനും അത്രമാത്രം വാല്യൂ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മിടുക്കിമാർ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു വലിയ നേട്ടം എന്ന് തന്നെ പറയാം. തൃശ്ശൂർ ജില്ലയിലേക്ക് കപ്പ് കൊണ്ടുവരാനായിട്ട് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരുപാട് പേരിൽ 4 പേരാണ് ഇവർ. മാത്രമല്ല ഈ കൂട്ടത്തിൽ നമ്മുടെ കപ്പ് സ്വീകരിച്ച സ്റ്റേജിൽ കയറി കപ്പ് വാങ്ങിയിട്ടുള്ള ഒരാൾ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ശരിക്കും ഹോളി ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ്. നീണ്ട 26 വർഷങ്ങൾക്ക് ശേഷം തൃശ്ശൂർ ജില്ല സ്വർണ്ണക്കപ്പ് നേടി എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള സുദിനത്തിലൂടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കടന്നുപോയി. ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരുവാനായി നമ്മുടെ വിദ്യാലയത്തിലും സാധിച്ചു. നമ്മുടെ വിദ്യാലയത്തിൽ ദൈവം അനുഗ്രഹമായി നൽകിയിട്ടുള്ള കലകളെ വളർത്തി പോയിന്റുകൾ സ്വന്തമാക്കി ജില്ലയ്ക്ക് വേണ്ടി സ്വർണ്ണക്കപ്പ് നേടുവാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്കും സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ ഞാൻ ഈ സമയം അനുസ്മരിക്കുകയാണ്. പാഠ്യപ്രവർത്തനങ്ങളോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് രണ്ടിലും തങ്ങളുടെ മികവുറ്റ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും ഗ്രേഡുകൾ സ്വന്തമാക്കിക്കൊണ്ട് വിദ്യാലയത്തിനും ജില്ലയ്ക്കും നമ്മുടെ സ്റ്റേറ്റിനും അഭിമാനമായി തീർന്നിരിക്കുന്ന ഈ മിടുക്കി കുട്ടികൾക്ക് ഏറ്റവും ആദ്യം തന്നെ എല്ലാവരുടെയും പേരിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. വിദ്യാലയത്തിന്റെ ശക്തിയായി വർദ്ധിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ രാജൻ അറക്കൻ അവരുടെ ആശംസകൾ അർപ്പിക്കുവാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ മിടുക്കി കുട്ടികൾക്കാണ് നമ്മുടെ സ്കൂളിന്റെ അഭിമാനം. തിരുവനന്തപുരത്തിലൂടെ നമ്മുടെ ശബ്ദം കേൾപ്പിച്ചവരാണ് അവർ. അവർക്കൊരു വലിയ കൈയ്യടിയോടുകൂടി ഇതിൽ തുടക്കം മാത്രമാണ്. സിസ്റ്റർ അടുത്ത വർഷം 4 വരെ 40 ആളുണ്ടാവും അവിടെ. അതിൽ നിന്ന് ആൾക്കാരൊക്കെ ഓടിയില്ല. ആരും കഴിവില്ലാത്തവരായിട്ട് ജനിക്കുന്നില്ല. നിങ്ങളുടെ കഴിവുകളെല്ലാം പുറത്തെടുക്കുക. ഇമ്പോസിബിൾ ഈസ് നത്തിങ്. നമ്മുടെ വിദ്യാലയത്തിന്റെ മദർ PTA പ്രസിഡന്റ് ഡോക്ടർ വിനീജ NSനെ ഏറെ സ്നേഹത്തോടെ ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിക്കുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും അവസരങ്ങളുണ്ട്. സ്കൂളിലെ കലോത്സവം വരുമ്പോൾ പല പരിപാടികൾക്കും പങ്കെടുക്കാൻ ചിലപ്പോൾ വേണോ വേണ്ടേ എന്ന് ആലോചിച്ച് നിൽക്കാറുണ്ടോ നിങ്ങൾ? എല്ലാവർക്കും ചിലപ്പോൾ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യാനുള്ള അത്ര ഒരു ധൈര്യമോ കോൺഫിഡൻസോ ഉണ്ടാവില്ല. പക്ഷെ എഴുതാനുള്ള വരയ്ക്കാനുള്ള കഴിവ് പലർക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങളിനി പഠിച്ചു നിൽക്കരുത്. സ്കൂളിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നിങ്ങൾ അതിൽ പങ്കെടുക്കുക. സമ്മാനം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ,
കലോത്സവത്തിൻ്റെ ഒക്കെ ഒരു വൈബ്. ഒരിക്കൽ നിങ്ങളത് അനുഭവിച്ചാൽ പിന്നീട് നിങ്ങൾക്കത് ആവേശം കൂടിക്കൊണ്ടേയിരിക്കും. The winners of state കലോത്സവം ഇവർക്ക് സമ്മാനദാനം നൽകുന്നതിന് വേണ്ടി PTA പ്രസിഡന്റ് ശ്രീ രാജൻ അരക്കൽ അവരെ ക്ഷണിക്കുന്നു. പാർവതി മേനോൻ of class 8C secured A grade in Kathakali group in state കലോത്സവം. Parvati also got a chance to hold the Golden Cup in state കലോത്സവം. Jwala Roseby got A grade in Monarch in state കലോത്സവം. Devika Ismail of 8D got A grade in Samasya Puranam in state kaloത്സവം. Then I call upon the winners of state malas. Jennifer Sarah Joby in standard 8D secured A grade in maths skill model. Sangeeta KS in 10C secured B grade in number chart in maths exhibition. Atulya NR of 9D achieved A grade in bamboo products in work experience. State sports winners, Anamika Manikandan of class 10B was part of the runner-up team in state junior girls football championship. N.A. Aragananda of 7B secured 5th position in swimming 4x100 freestyle relay. Gauri Mitra of standard 8D secured 4th position in hockey sub-junior level. Lakshmi Mitra of 10D participated junior level hockey in state level. Sri Krishna of class 8D participated taekwondo in sub-junior level. Green Life Art Hub between Kottapuram Shiva Temple and Vaidudi Bhavan, Thrissur. Call 8129715520.